ഹലോ ഗൈസ്, അപ്പൊ നമുക്കൊന്ന് അമ്പലത്തിൽ പോയി വരാം. പ്രത്യേകതകളൊന്നുമില്ല, വെറുതെ ഒന്ന് ഈ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളിവിടെ തിരൂര് തൃക്കണ്ടിയൂരുള്ള ദേവീ ക്ഷേത്രത്തിലേക്കാണ് പോയത് കേട്ടോ. അപ്പോ ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് വരികയാണെങ്കിലും മേ ബി കൂടുതലും ഇവിടെ തന്നെയാണ് പോവാറുള്ളത്. പിന്നെ അങ്ങനെ വെറുതെ വന്നതാ. ഇന്ന് പ്രത്യേകത ഒന്നുമില്ല, എന്നാലും വെറുതെ വന്നു. വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അമ്മനെ കാത്തിട്ട്. അപ്പൊ നല്ല രസാട്ടോ മഴ പെയ്യുമ്പോ. ഈ അമ്പലം നല്ല പൊതുവേ എനിക്ക് തോന്നുന്നു അമ്പലമൊക്കെ മഴ പെയ്യുന്ന ഒരു ടൈമിൽ പോകുമ്പോൾ നല്ല രസമാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. പ്രത്യേകിച്ച് ഈ അമ്പലത്തില് ഫുള്ള് വെള്ളവും പിന്നെ നിറച്ച് മരങ്ങളായതുകൊണ്ട് തന്നെ വേറൊരു വൈബായിരുന്നു. പിന്നെ ഇവിടെ വേറൊരു മരം ഉണ്ട്, ഇത് ആൽമരം ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ആ ഒരു മരം ഒന്നാമത് ഇങ്ങനെ നല്ല വെയിലുള്ള ടൈമിലാണെങ്കിൽ കൂടെ ആ ഒരു അമ്പലത്തേക്ക് തീരെ വെയിലടിക്കൂല, അത്രയും മരങ്ങളാണ് മൂടി നിൽക്കുന്നത്. അപ്പൊ മഴയും കൂടെ ആയപ്പോ ഭയങ്കര ഇരുട്ടായിരുന്നു. ഇത് നാഗത്തറ കേട്ടോ, നാഗത്തറേന്റെ അവിടെ ഉള്ള ഒരു മരമാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ദീപാരാധനന്റെ ടൈമിലാ പോയത്. എടുക്കാൻ പാടുണ്ടോ ഇല്ലേ, ഷൂട്ട് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ നട പൂട്ടിയിട്ട് പിന്നെ അത് തുറക്കുമല്ലോ, അപ്പൊ ഈ വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കാണാൻ നല്ല രസം. അങ്ങനെ ദീപാരാധന ഒക്കെ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞാനും അമ്മയുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഭയങ്കര കത്തിയടിയിലായിരുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് കത്തിയടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കാണിച്ചു തരാട്ടാ. തൊട്ടടുത്ത് നടന്ന് ഭയങ്കര കത്തിയടിയിലാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇതാ റോഡ് നിറച്ച് വെള്ളമാണ്, മഴ നല്ല മഴയാണ്. അങ്ങനെ ഞങ്ങളെ തൊട്ടടുത്ത അമ്മച്ചന്റെ കടയുണ്ട്, ഹോട്ടലുണ്ട്. അതിന്റെ ബാക്കിൽ ഞങ്ങൾ മുരിങ്ങയുടെ ഇല എപ്പോഴും ഉണ്ടാവും, മുരിങ്ങയുടെ മരം. അപ്പൊ മുരിങ്ങയുടെ ഇല അതിസാഹസികമായിട്ട് അമ്മ മതിൽമലൊക്കെ കയറി പൊട്ടിക്കുക, കാരണം അവിടെ നിറച്ച് വെള്ളം. അപ്പൊ മതിൽമ കയറാണ്ട് അത് മര്യാദയ്ക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റൂല. അപ്പൊ അമ്മ അത് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ നേരെ പോകുന്നു. റിംഗ് റോഡ് എത്തിയപ്പോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു ഷോപ്പ്. നമ്മളെ റിംഗ് റോഡിന്റെ അവിടുന്ന്, തിരൂര് റിംഗ് റോഡ് ആ ഒരു ഏരിയയിൽ അധികം ആൾക്കാരും ചായ കുടിക്കാൻ വരുന്ന ഒരു സ്പോട്ടാണ്. പുതിയ റെഡ് റോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കട വരുന്നത് കേട്ടോ. തിരൂരുള്ള ഒട്ടുമിക്കാരും ചായ കുടിക്കാൻ വരുന്ന ഒരു സ്പോട്ടാണ്. പുതിയ റെഡ് റോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കട വരുന്നത് കേട്ടോ. തിരൂരുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. എന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് തിരൂര്. ഭയങ്കര ഇഷ്ടം അവിടെ മുട്ട ബജ്ജ്, മുളക് ബജ്ജൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ പുതിയൊരു പൊട്ടാറ്റോ ബജി പോലത്തെ ഒരു സാധനം, അതും നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടുന്ന് ചായയും ഇതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോന്നു. നല്ല ടേസ്റ്റ് ആണ്, അവിടുത്തെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ആണ്. ഞങ്ങൾ എപ്പോ തിരൂര് പോയാലോ ഏരിയയിൽ ഒന്ന് കേറിയിട്ടേ പോവുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര പൂതി, ഈ ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ക്രേസ് തോന്നിയപ്പോ ഞാൻ അമ്മന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഇന്ന് ഫുൾ അമ്മനെ മുടിപ്പിക്കലായിരുന്നു. അങ്ങനെ ഷവർമ്മ ഒരു 3 റോള് ഷവർമ്മ പറഞ്ഞു. 3 എനിക്കല്ല, ബാക്കി അനിയന്മാർക്കും കൂടെ അങ്ങനെ 3 റോളൊക്കെ മേടിച്ച് ഞങ്ങള് പോന്നു. ഇതൊരു പുതിയ ഷോപ്പാട്ടോ, ഇത്തിഹാദ് ബേക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലക്കെടുത്തൂർ ഫെഡറൽ ബാങ്കിക്ക് കേറുന്ന അവിടെ തന്നെ റൈറ്റ് സൈഡിലുള്ള ഒരു ഷോപ്പാ, പുതിയ കടയാണ്. അപ്പൊ അത് അവിടെ നിന്നൊക്കെ മേടിച്ചു, ഞങ്ങൾ ബാലൻസ് മേടിച്ചിട്ട് പോന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ.